എടാ ചെയ്ത ഫുഡ് കൊണ്ടടാ എത്ര സമയടാ കാത്തിരിക്കും. ഇല്ലടാ അവനും തന്നെ പോണ്ട അവനെ തിരിച്ചു പറ്റില്ല നമുക്ക് പണി. ഓനോട് നമ്മള് പറഞ്ഞു തന്നെ 2 മാസം റെന്റിന്റെ പൈസ തരാത്തത്, ഫുഡിന്റെ പൈസ ഒന്നും തരാത്തത്, എപ്പം അതിൽ ഇടുന്ന തിന്നല് മാത്രം. നമ്മള് പണിയെടുത്തിട്ട് ഓസി അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണല്ലേ ചെക്കൻ അടിച്ചു പോയത്? നമ്മള് കാണണം തന്നെ. അതിനെന്താ പ്രശ്നം? കുറച്ച് നാള് മുന്നേ നീ കുറച്ച് പൈസക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്റെ കൂടെ ചെക്കൻ ഉണ്ടായിരുന്നു. ആ ചെക്കനാണ് എനിക്ക് തന്ന് സഹായിച്ചത്, എനിക്ക് തരാൻ വേണ്ടി. എന്നുവെച്ചാ പിന്നെ നീ ജോലിയും കൂടി ഇല്ലാണ്ട് തെണ്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കാരുടെ പണിയാക്കി തന്നെ ചെക്കൻ ഒരുത്തനുണ്ടായിട്ടുള്ളൂ. അത് ഓർമ്മ ഉണ്ടെങ്കിൽ ചെക്കനോട് ഇങ്ങനൊന്നും പറയില്ലേ. ഞാൻ എന്നോടൊന്നും പറയുന്നില്ല. മോൻ നിനക്ക് കുറെ കാര്യങ്ങൾ ചെയ്തായിട്ടുണ്ട്. അതെല്ലാം ഓർമ്മ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഒരിക്കലും ഈ വർത്താനം പറയൂല. കുറച്ചൊരു ഉൾപ്പാണുള്ള കുറച്ചുള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും ഇത് നിങ്ങൾ കഴിക്കും. ഇത് ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് അറിഞ്ഞില്ല. ഒന്നുമില്ലടാ, പിള്ളേർ പറയുന്നത് ശരിയല്ലേ. പൈസ ഒന്നും ഇല്ലാതെ എത്ര കാലം പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുക. 2 മാസമായി പണിയും കൂലിയും ഒന്നുമില്ല. വളരെ അവസ്ഥയിലാണ്. എടാ ഇതൊന്നും നീ എന്നോട് പറഞ്ഞിക്കണടാ മുജീബേ. ഇനി നമുക്ക് അടുത്ത ഫുഡ് വേണ്ട, നീ വാ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം. പിന്നെ ഓരോ കാര്യം എനിക്കിനി പണി ആകുന്നത് വരെ എന്റെ ചെലവ് ഞാൻ നോക്കിക്കോളൂ. നീ വാ.